കുറച്ച് ദിവസങ്ങളായി നടിയായ ലക്ഷ്മിപ്രിയയുടെ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് താരസംഘടനയായ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് മറ്റൊരു പ്രശ്നം എത്തിയിരിക്കുകയാണ്. ഏകദേശം 20 ലക്ഷം രൂപ തട്ടിപ്പ് കേസ് എന്നുള്ള രീതിയിൽ. അമ്പലപ്പുഴ സ്വദേശിയായ സിബിലാൽ എന്ന വ്യക്തിയാണ് ലക്ഷ്മിപ്രിയക്കെതിരെ ഈ ഒരു ഗുരുതര ആരോപണവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അവസരങ്ങൾക്കുമായി ലക്ഷ്മിപ്രിയ തന്നിൽ നിന്നും പലതവണയായി ഏകദേശം 20 ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചു എന്നാണ് സിബിലാൽ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി, അതായത് ആറാട്ടുമുണ്ടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ലക്ഷ്മിപ്രിയ ആദ്യമായി തിരക്കഥാകൃത്തിന്റെ വേഷം അണിഞ്ഞിരിക്കുകയായിരുന്നു. എന്തിന് ലക്ഷ്മിപ്രിയ ആദ്യമായി തിരക്കഥ എഴുതുന്ന സിനിമ എന്ന് പറഞ്ഞ അന്ന് വാർത്തകളിലും വലിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തിന് ഈ സിനിമയുടെ പൂജ വരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കാശ് കൊടുത്തതിന് ശേഷമാണ് ഈ ലക്ഷ്മിപ്രിയയ്ക്ക് തിരക്കഥയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ അല്ലെങ്കിൽ തിരക്കഥ എഴുതാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത്. ആ ഒരു സമയത്താണ് തനിക്ക് പറ്റിയ ചതിവ് മനസ്സിലാവുന്നത്. ലക്ഷ്മിപ്രിയയ്ക്ക് അങ്ങനെ തിരക്കഥ എഴുതാനുള്ള കഴിവൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ താൻ ലക്ഷ്മിപ്രിയയോട് പണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നു. പണം തിരികെ ചോദിച്ചപ്പോൾ ലക്ഷ്മിപ്രിയ തനിക്കൊരു ചെക്ക് നൽകി. എന്നാൽ അക്കൗണ്ടിൽ പണമില്ലാതിരുന്നാൽ ആ വണ്ടി ചെക്ക് മടങ്ങിയെന്നും സിബിലാൽ ആരോപിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് വഴി പണം കൈമാറിയതിന്റെ കൃത്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ താൻ ആരെയും പറ്റിച്ചിട്ടില്ലെന്നും മതിയായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് തള്ളിയത് എന്നൊക്കെയുള്ള ആരോപണമായിരുന്നു ലക്ഷ്മിപ്രിയ തിരിച്ച് ഉന്നയിച്ചത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.